എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 23ഉം 24ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകത്തിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. നമ്മൾ കണ്ടു, അരിഷ്ടൻ ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു വൃഷഭത്തിൻ്റെ, ഒരു കാളയുടെ രൂപത്തിൽ ഭഗവാനെ ആക്രമിക്കാനായിട്ട് വന്നു എന്നുള്ളത്. ഭഗവാൻ ആരോടും പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലത്തിന് ധൈര്യം പകർന്നുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. ഒരു സുഹൃത്തിൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ തോളത്ത് കൈവച്ചുകൊണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ കാണാം. നമുക്ക് ആദ്യം 23-ാമത്തെ ശ്ലോകം നോക്കാം. തമാപതന്തം തരസൈവ കൃഷ്ണോ ദൃഷ്ട്വാ കകുദ്മന്ദമുദഗ്രകോപം ആസ്ഫോടയാമാസ വിഹസ്യ കിഞ്ചിത് ഉത്പത്യ ജഗ്രാഹ ച ശൃംഗയോസ്തം. ആദ്യം പദച്ഛേദം നോക്കാം. തം ആപതന്തം തരസാ ഏവ കൃഷ്ണ ദൃഷ്ട്വാ കകുദ്മന്ദം ഉദഗ്രകോപം ആസ്ഫോടയാമാസ വിഹസ്യ കിഞ്ചിത് ഉത്പത്യ ജഗ്രാഹ ച ശൃംഗയോ തം. ഇതൊക്കെയാണ് ഇതിലെ വാക്കുകൾ. ഭഗവാൻ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അരിഷ്ടനെ ആക്രമിച്ചത്. അരിഷ്ടൻ ആദ്യം ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ പറയണത്. തം ആപതന്തം കകുദ്മന്ദം ഉദഗ്രകോപം എന്നുള്ളതൊക്കെ ആ അസുരൻ്റെ, അരിഷ്ടൻ്റെ വിശേഷണങ്ങളാണ്. ഭഗവാൻ എന്താണ് ചെയ്തത്? കൃഷ്ണ തരസ ഏവ, കൃഷ്ണൻ പെട്ടെന്ന് തന്നെ, ഉടനടി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അധികം നേരം ആലോചിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കൃഷ്ണ തരസായേവ ആപതന്തം ഉദഗ്രകോപം കകുദ്മന്ദം തം. ആപതന്തം അതായത് തൻ്റെ നേർക്ക് ചാടി കുതിച്ചു വരുന്നവനായ, അതാണ് ആപതന്തം. പശുക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, കുതിച്ച് ചാടി വരിക ചെയ്യുക. അങ്ങനെ വരുന്നവനായ കകുദ്മന്ദം. കകുത്ത് എന്ന് പറഞ്ഞാൽ പൂഞ്ഞയാണ്. പശുക്കൾക്ക്, കാളകൾക്കൊക്കെ പുറത്ത് കാണുന്നതായിട്ടുള്ളൊരു മുഴ, അതിനെയാണ് കകുത്മാൻ എന്ന് പറയുന്നത്. അതായത് പശുക്കൾക്കല്ല, ധാരാളമായിട്ടത് കാളക്കൂറ്റന്മാർക്ക് ഉണ്ടാവുക. അവരെയാണ് കകുത്മാൻ എന്ന് പറയുക. കകുത്ത് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളതായിട്ടുള്ളൊരു മുഴ. ഈ രാമൻ്റെ ഒരു പൂർവികനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. പേര് കൃത്യമായിട്ട് പറയണില്ല. ആ രാജാവ് ഒരു കാളപ്പുറത്തിരുന്ന് യുദ്ധത്തിന് പോയി എന്നുള്ളത് കൊണ്ട് കകുത്സ്ഥൻ എന്ന് ആ രാജാവിന് പേര് വന്നു. കകുതി തിഷ്ഠതി ഇതി കകുത്സ്ഥ. അതായത് കകുത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാളയുടെ പുറത്ത് അവിടെയാണ് ഇരുന്നത്. അതിനുശേഷം രാമനെയും ലക്ഷ്മണനെയും ഒക്കെ നമ്മൾ അവരുടെ ആ വംശത്തിലുള്ള കകുത്സ്ഥൻ്റെ ആ വംശത്തിൽ പിറന്നവരെയൊക്കെ നമ്മൾ കാകുത്സ്ഥന്മാർ എന്ന് വിളിക്കാറുണ്ട്. അത് കകുത്സ്ഥൻ്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ കകുത്ത് എന്ന് പറഞ്ഞാൽ പൂഞ്ഞ എന്നാണ് അർത്ഥം. ആ പൂഞ്ഞയോട് കൂടിയവൻ. വലിയ കാളകൾക്ക്, നല്ല വലിപ്പമുള്ള കാളകൾക്ക് അത് വ്യക്തമായിട്ട് ഇങ്ങനെ എടുത്ത് പൊങ്ങി നിൽക്കണ പോലെ കാണിക്കുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഒരു ചെറിയ മുഴ പോലെ ഉണ്ടാവുള്ളൂ. നല്ല ആരോഗ്യമുള്ള മുഴുത്ത കാളകൾക്കൊക്കെ അതിങ്ങനെ പൊന്തി ഒരു കൊമ്പ് പോലെ തന്നെ മുകളിലേക്ക് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കകുത്തോട് കൂടിയവനാണ് കകുത്മാൻ. അവനെ, കകുത്മാനെ, അതായത് ആ കാളയെ എന്നർത്ഥം. അത് ഉദഗ്രകോപം, നല്ല കഠിനമായ ദേഷ്യത്തോട് കൂടിയിട്ട് കൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരികയാണല്ലോ. അപ്പോൾ അതീവ ദേഷ്യമുണ്ട്. അങ്ങനെ തൻ്റെ അടുത്തേക്ക് ചാടി വരുന്നവനായ ആ കാളക്കൂറ്റനെ കൃഷ്ണ തരസായേവ, കൃഷ്ണൻ പെട്ടെന്ന് തന്നെ, ദൃഷ്ട്വ കണ്ടിട്ട്, അങ്ങനെ ആ കാളക്കൂറ്റൻ ചാടി വരണത് കണ്ടിട്ട്, ആസ്ഫോടയാമാസ. ആസ്ഫോടയാമാസ എന്ന് പറഞ്ഞാൽ കൈ രണ്ടും കൂട്ടി കൈ കൊട്ടണേനെയാണ് ആസ്ഫോടനം ചെയ്യുക എന്ന് പറയാം. അതായത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൊട്ടി ഇങ്ങനെ വിളിക്കും. നിന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ 2 കൈയും കൂട്ടിച്ചേർത്ത് ഇങ്ങനെ കൊട്ടുന്നതിനെയാണ് ആസ്ഫോടനം ചെയ്യുക എന്ന് പറയാം. അങ്ങനെ ചാടി വരുന്നവനായ, കുതിച്ച് ചാടി വരുന്നവനായ ആ അസുരനെ കണ്ടപ്പോൾ ഭഗവാൻ കൈ രണ്ടും കൂട്ടി കൊട്ടിയിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് എന്താണ് പിന്നെ ചെയ്തത്? വിഹസ്യ, ഒന്ന് പുഞ്ചിരിച്ചിട്ട് എന്ന് അവിടെ പറഞ്ഞത് എന്തിനാണെന്നുണ്ടെങ്കിൽ അതിനോട് തോന്നുന്നതായ അവജ്ഞയാണ്, പുച്ഛം, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പുഞ്ചിരിച്ചിട്ട്, വിഹസ്യ കിഞ്ചിത് ഉത്പത്യ, ഒന്ന് മുകളിലേക്ക് ചാടിയിട്ട്. അപ്പോൾ ഇയാൾ കുതിച്ചു വരികയാണ്. ആ ആളെ തടുക്കാൻ അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുകളിലേക്ക് ചാടിയിട്ട്, ഉത്പത്യ തം ശൃംഗയോ ജഗ്രാഹ ച,
അവനെ ശൃംഗത്തിൽ ശൃംഗങ്ങളിൽ 2 കൊമ്പിലും കൂട്ടിയിട്ട് അമർത്തി അങ്ങോട്ട് പിടിച്ചു. 2 കൈ കൊണ്ടും അവൻ്റെ 2 കൊമ്പുകളിലും അമർത്തി പിടിച്ചു എന്നർത്ഥം. അതാണ് തം ശൃംഗയോ ജഗ്രാഹ. കൊമ്പ് കുലുക്കിയാണല്ലോ ചാടി വരണത്. ആ കൊമ്പുകൾ 2ഉം അമർത്തി അങ്ങോട്ട് പിടിച്ചു എന്നാണ് വർണ്ണിച്ചേക്കണത്. അതായത് തൻ്റെ നേർക്ക് കുത്താൻ വേണ്ടിയിട്ട്, കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് ഓടി അടുത്ത് വരുന്നവനായ അസുരൻ്റെ കൊമ്പുകളിൽ ഭഗവാൻ ചാടി കടന്നു പിടിച്ചു എന്നാണ് ഇവിടെ വർണ്ണിച്ചത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 24ാമത്തെ ശ്ലോകം നോക്കൂ. ഗൃഹീതശൃംഗം വൃഷഭാസുരം തം ദൃഷ്ട്വാ ജഗത്രാണപരായണസ്യ പ്രാണേഷു ഗാവഃ പരിധൂയ ഭീതിം നിവൃത്യ തസ്യാന്തികമായയുശ്ച. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. ഗൃഹീതശൃംഗം വൃഷഭാസുരം തം ദൃഷ്ട്വാ ജഗത്രാണപരായണസ്യ പ്രാണേഷു ഗാവഃ പരിധൂയ ഭീതിം നിവൃത്യ തസ്യ അന്തികം ആയയുശ്ച. ആദ്യത്തെ ഒരു വാക്കിലും അവസാനത്തെ ഒരു വാക്കിലും മാത്രമേ പദച്ഛേദം ചെയ്യാനുള്ളൂ. ഇവിടെ പറയാണ്, മറ്റുള്ള പശുക്കളും ആൾക്കാരും ഒക്കെ ഇത് നോക്കിക്കാണാണല്ലോ. അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ കാളക്കൂറ്റൻ്റെ കൊമ്പുമ്മ കയറി പിടിച്ചത്. ആ കാഴ്ച കണ്ടപ്പോൾ എന്താ കണ്ടത്? ഗൃഹീതശൃംഗം വൃഷഭാസുരം തം ദൃഷ്ട്വാ. ഗൃഹീതശൃംഗത്തോടുകൂടി, അതായത് കൊമ്പുകൾ കടന്നു പിടിച്ച് അങ്ങനെ അനങ്ങാൻ പറ്റാതെ നിൽക്കുന്നവനായ വൃഷഭാസുരനെ, അരിഷ്ടാസുരനെ കണ്ടിട്ട്, തം ദൃഷ്ട്വാ, പശുക്കൾ ദൂരെ നിന്ന് ഈ ഒരു കാഴ്ച കാണാണ്. ഭഗവാൻ അവൻ്റെ കൊമ്പുകൾ കടന്നു പിടിച്ചിട്ടുണ്ട്, ഇനി അവൻ അനങ്ങാൻ പറ്റില്ല എന്നുള്ള കാഴ്ച കണ്ടപ്പോൾ ഗാവ, പശുക്കൾ എല്ലാവരും തന്നെ പ്രാണേഷു ഭീതിം പരിധൂയ. പ്രാണേഷു ഭീതി എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളിലുള്ള ഭീതി. പ്രാണങ്ങളിലുള്ള ഭീതി എന്ന് പറഞ്ഞാൽ ഈ കാളയുടെ കുത്തോ ചവിട്ടോ ഒക്കെ കൊണ്ട് മരിച്ചു പോകുമോ എന്നുള്ള പേടി എല്ലാ കാളകൾക്കും ഉണ്ടായിരുന്നു, പശുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇനി ആ കാള നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള പേടിയൊക്കെ മാറിയിട്ട് ആ അമ്പാടിയിലുള്ള എല്ലാ പശുക്കളും തന്നെ ഗാവ പ്രാണേഷു ഭീതിം പരിധൂയ, പ്രാണങ്ങളിലുള്ള പേടിയെ ഒക്കെ കളഞ്ഞിട്ട്, പേടിയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ജഗത്രാണപരായണസ്യ തസ്യ അന്തികം ആയയുശ്ച. ആ പശുക്കളെ ഗാവ പ്രാണേഷു ഭീതിം പരിധൂയ നിവൃത്യ, നിവൃത്യ എന്നും കൂടി കൂട്ടിച്ചേർക്കണം. ഓടിപ്പോയവരായിട്ടുള്ള പശുക്കളൊക്കെ പിന്തിരിഞ്ഞു വന്നിട്ട് ഓടലൊക്കെ നിർത്തി, ഓട്ടമൊക്കെ നിർത്തിയിട്ട് അവർ തിരിച്ചു വരികയാണ്. ഭഗവാന്റെ ഈ ചേഷ്ടിതം കണ്ടപ്പോൾ പിന്നെ അവർ ഈ പ്രവൃത്തിയൊക്കെ നിർത്തി, ഓട്ടമൊക്കെ നിർത്തിയിട്ട് അവർ തിരിച്ചു വരികയാണ്. അതാണ് നിവൃത്യ ജഗത്രാണപരായണസ്യ തസ്യ. ജഗത്തിനെ ത്രാണനം ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനായ, അതാണ് ജഗത്രാണപരായണസ്യ, ജഗത്രാണനം ചെയ്യുന്ന അങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അന്തികം അടുത്ത് ആയയു ച വന്നു നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ ഇനി അതിനെ നോക്കിക്കൊള്ളും, അതിൻ്റെ വധിക്കലൊക്കെ ഭഗവാൻ കഴിച്ചോളും എന്നുള്ള ഉറപ്പ് വന്നതോടു കൂടിയിട്ട് ഇനി താങ്കളുടെ പ്രാണനൊന്നും ഭീഷണിയില്ല എന്ന് മനസ്സിലാക്കിയ പശുക്കൾ എത്രയും വേഗം തിരിച്ചു വന്ന് ഭഗവാന്റെ അടുത്ത് ചുറ്റും കൂടി നിന്നു എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. അപ്പോൾ കാളക്കൂറ്റൻ്റെ കൊമ്പുമ്മയാണ് പിടിച്ചിരിക്കുന്നത്. അനങ്ങാൻ പറ്റാതെ കാളക്കൂറ്റൻ നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു, ഭഗവാൻ അതിനെ നോക്കിക്കോളും എന്നുള്ള ഉറപ്പ് കൂടി വന്നപ്പോഴാണ് അവർ വളരെ വേഗം തിരിച്ചു വന്ന് ഭഗവാന്റെ ചുറ്റും തന്നെ നിന്നു. അപ്പോൾ ജഗത്തിനെ മുഴുവനും സംരക്ഷിക്കുന്നവനാണെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാനും ഭഗവാന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാവണം പശുക്കളെല്ലാവരും ഭഗവാന്റെ ചുറ്റും തന്നെ വന്ന് നിന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലാണ് ബാക്കി കഥ പറയണത്. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തമാപതന്തം തരസൈവ കൃഷ്ണോ ദൃഷ്ട്വാ കകുദ്മന്ദമുദഗ്രകോപം ആസ്ഫോടയാമാസ വിഹസ്യ കിഞ്ചിദുത്പത്യ ജഗ്രാഹ ച ശൃംഗയോസ്തം ഗൃഹീതശൃംഗം വൃഷഭാസുരം തം ദൃഷ്ട്വാ ജഗത്രാണപരായണസ്യ പ്രാണേഷു ഗാവഃ പരിധൂയ ഭീതിം നിവൃത്യ തസ്യാന്തികമായയുശ്ച. അടുത്ത ശ്ലോകങ്ങളിലായിട്ട് അരിഷ്ടൻ്റെ വധമാണ് കവി വർണ്ണിക്കാൻ പോണത്.
അങ്ങനെ പശുക്കളും അമ്പാടിയിലുള്ള മറ്റു മനുഷ്യരൊക്കെ തന്നെ എല്ലാ പേടിയും കളഞ്ഞ ഭഗവാന്റെ ചുറ്റും നിന്നു. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.